എന്തുവാ ഫാഷൻ പരേഡിന് പോവാന്നോ? ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെണ്ണ് കാണൽ ചടങ്ങ്, അതിൽപ്പോ സ്റ്റൈലിലായിക്കോട്ടെ. എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. ഇതുപോലുള്ള പിശാചുക്കളെ ഇതുപോലുള്ള പിശാചുക്കളെ കൊണ്ടു നടന്നാൽ വന്ന കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓഹോ, എന്റെ സ്റ്റൈലും മറ്റും ഭാവമൊക്കെ കണ്ടിട്ട് അവളെങ്ങാൻ എന്നെ കയറി പ്രേമിച്ചാ കിട്ടുന്ന 2 ലക്ഷം രൂപ എന്റെ പോക്കറ്റിലാവുന്ന പേടിച്ചാ? ഇന്നയാള് മാത്രമേ അവളെ പ്രേമിക്കാവൂന്ന് മുതലാളി പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ എന്റെ ഉറ്റ സുഹൃത്തായ ശിവൻകുട്ടിയെ ഞാൻ ചതിക്കില്ല. ഓ, നേരം വൈകിയതും പോരെ അവന്റെ ഒരു ഉണക്ക ഡയലോഗും. ദേ, ആ കുട്ടി അമ്പലത്തിൽ കയറിയിട്ട് കുറച്ചു നേരമായി. അതെങ്ങനാ? നേരം വെളുത്തപ്പോ തൊട്ട് കണ്ണാടിക്ക് മുമ്പിലല്ലേ? എന്നിട്ട് നന്നായോ? പിന്നെ എന്നെ ആ കുട്ടി കാണണ്ട. എന്തെങ്കിലും സംശയം തോന്നിയാലോ? അതുകൊണ്ട് ഞാൻ ആ മതിലിന്റെ അവിടെ നിന്ന് ആളെ കാണിച്ചു നിന്നിട്ട് മാറിക്കളാം. ബാക്കിയൊക്കെ നിന്റെ കയ്യില. പിന്നെ ഞാനും കൂടെ ചെല്ലട്ടെ. അവൾ ഇറങ്ങി വരുമ്പോ അവളുടെ അടുത്ത് പോയി ഇഷ്ടമാണെന്ന് വേഗം അങ്ങ് കാച്ചേക്ക്. വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. തിരിച്ചവൾ ഇഷ്ടമാണെന്ന് എങ്ങനെ പറഞ്ഞാൽ മുതലാളി ഇരുന്ന് കാശ് വാങ്ങിച്ച് വേഗം നമുക്ക് സ്ഥലപ്പെടാം. നല്ല ഉപദേശം. അപ്പൊ തന്നെ മറുപടി കിട്ടിക്കോളും. ഒന്ന് പരിചയപ്പെട്ട് സംസാരിക്കൊക്കെ വേണ്ടേ ഭാർഗവേട്ടാ? ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ കറുത്തു വരികയാണല്ലോ ഭഗവാനെ. വല്ലപ്പോഴൊക്കെ കുളിക്കണം. മുടിഞ്ഞ കുലിയിലകളെ, നിന്നെയൊക്കെ പണ്ടാരടങ്ങ് മാക്രി, നീയൊക്കെ മാക്രിയായി പോട്ടെ പോക്രിയനെ. വിട്ടേക്കേണ്ടങ്ങനെ അവിടുന്ന് കൊന്നു കഴിഞ്ഞാൽ പണ്ടാരങ്ങളെ കണ്ണാടുക. ജരണം കെട്ടവനെ, ഞാൻ ആരാണെന്ന് അറിയോ നിനക്ക്? 1813 നമ്പർ ശാഖായോഗം പ്രസിഡന്റാ, മനസ്സിലായോ? എന്താ പ്രസിഡന്റ് നായാടിയെ ചീത്ത വിളിക്കുന്നത്? നായാടി പ്രാഗ്യം നല്ല കാലം വരുന്നല്ലേ? കാരണവന്മാര് പറഞ്ഞിട്ടില്ലേ? ശാഖായോഗ ഇലക്ഷൻ അടുത്ത മാസം. വേഗം ചെല്ലു, ഒന്ന് പ്രാപിക്കും. ആളെ മനസ്സിലായില്ല. സുഖം തന്നെയല്ലേ? ഈ ഇലക്ഷനൊക്കെ അടുത്ത് വരേണേ, എന്നെ ഒന്ന് പ്രാഗ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. അതിനെനിക്ക് വോട്ടില്ല പ്രസിഡന്റ്. വോട്ട് വേണ്ട, പ്രാക്ക് കളിയാക്കാതെ. എന്താടാ ആരോട് ചോദിച്ചിട്ടാ കറുത്ത മുണ്ട് കൊടുത്ത്? വെളുത്ത മുട്ട കിട്ടിയില്ല. ആടിച്ചിന്റെ പല്ല് എന്താ ഇടുന്നോട്ടു? കൈ മോവില്ലയോ? അവന് പ്രാന്താടാ. ഭ്രാന്ത് നിന്റെ അച്ഛനാ. നിന്നെ പണ്ടാരടങ്ങാ, നിന്റെ തല ഇടുത്തി വീട്ടെ മുടിഞ്ഞവനെ. രക്ഷപ്പെട്ടടാ. എടാ, അവൻ തന്തയ്ക്ക് വിളിച്ചാലെന്താ പ്രാഗി? ഇലക്ഷൻ ജയിച്ചടാ, രക്ഷപ്പെട്ടു. വണ്ടി വിട്ടോ. അപ്പോ എല്ലാരും ഇടയ്ക്കിടയ്ക്ക് വരണം. നമ്മുടെ ഫാക്ടറിയുടെ കാര്യം അടുത്ത മീറ്റിംഗിന് ഞാൻ മേശപ്പുറത്ത് വെക്കും. പഞ്ചായത്തിൽ നിന്ന് എന്ത് സഹായം വേണമെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആഹാ, ഇത് നമ്മുടെ തോമസ് അല്ലേ? ഈശ്വര, പലിശ തോമസ്. എന്താടോ ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ? അപ്പൊ എന്നെ മറന്നിട്ടില്ല. ഇതുവരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് കണ്ടേച്ച് പോകലെന്ന്. ഇത് തോമസ്, പലിശ തോമസ്, എന്റെ ഒരു പഴയ സുഹൃത്താ. ഇവരൊക്കെ
ഇവരെവിടെ പോയത്? നിങ്ങൾ എന്തിനാ ഓടിയത്? അല്ല ഭാർഗവൻ ചേട്ടൻ എന്തിനാ ഓടിയത്? ആ, നിങ്ങൾ ഓടിയപ്പോ ഒരു കമ്പനിക്ക് വേണ്ടിയല്ലേ ഞാൻ ഓടിയത്, മനസ്സിലായില്ലേ? പിന്നെ എന്നാലും ആ പലിശ എന്താ ഇവിടെ? ഇത് നമ്മളെങ്ങനെ അന്വേഷിച്ചതാവോ? അതിന് നമ്മളെ അന്വേഷിച്ച് പ്രശ്നം. ആ നീ എത്തിയ അപ്പൊ എന്റെ ഈ വഴിക്കുള്ള വരവ് വെറുതെ ആയില്ല. അപ്പൊ അയാളാണ് പലിശ തോമസ് അല്ലേ? അയാള് ഞങ്ങളെ കണ്ടിട്ടുണ്ടാവോ? കണ്ടിരുന്നെങ്കിൽ അയാൾ നിങ്ങളുടെ പുറകെ ഉണ്ടാവില്ലേ? ഇതുവരെ ഓട്ടത്തിനൊരു വിശ്രമം ഉണ്ടായിരുന്നു, ഇനി വിശ്രമില്ലാത്ത ഓട്ടം ഒരുക്കുള്ളൂ. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അവരടുത്ത സുഹൃത്തുക്കളാ. അയാളങ്ങ് തിരിച്ചു പോയിക്കോളൂന്നേ. ഒരു മിനിറ്റ്, ഒരു കോടി മുണ്ട് പോലും മേടിക്കാൻ കാശില്ലാത്ത എനിക്ക് എത്ര കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നാ നീ പറഞ്ഞ? 20 കോടിയാ? ആ, അത് കേട്ട് അങ്ങേര് നിനക്ക് മോളെ കെട്ടിച്ചെന്നല്ല. പിന്നെ പ്രേമിച്ച് പ്രേമിച്ച് പുറകെ നടന്ന് സമയം വേസ്റ്റ് ചെയ്യണ്ടല്ല. ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചപ്പോ അത് പോട്ടെ, നീ അവളെ കണ്ടോ? കണ്ടു. അതെപ്പോ? എന്നിട്ട് നീ സംസാരിച്ചോ? ഞാനിപ്പോ അല്ല ഇതാര് തോമസ് ചേട്ടനാ? പെട്ടെന്ന് ഈ വേഷത്തിൽ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വിശ്വാസമായിരിക്കുന്നു. എന്താ തോമസ് ചേട്ടൻ ഇവിടെ ആരെങ്കിലും കാണാനാ? അതേടെ കാണാമെന്നാണ്. ദൈവമാണ് നിന്നെ എന്റെ മുമ്പിൽ എത്തിച്ചത്. കാശ് തരാമെന്ന് പറഞ്ഞ അന്ന് നീ അവിടുന്ന് മുങ്ങിയതാ. എന്നിട്ട് ഇപ്പൊ കാറിൽ വരച്ച് നടക്കേണ്ടവൻ. തോമസ് ചേട്ടൻ ഇവിടെ എന്റെ മാനം കളയരുത്. ചേട്ടനെ ഇന്ന് മേടിച്ച പൈസ പലിശ സഹിതം ഉടൻ തന്നെ ഞാൻ തിരിച്ചു തരും. ഇത് ഞാൻ കുറെ നാളായിട്ട് കേൾക്കുകയാണ്. ഇനി നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. എന്റെ കാശ് എന്ത് കിട്ടണം? മുതലും പലിശയും ചേർത്ത് 1,60,000 രൂപ ഇപ്പൊ കിട്ടണം. അത് കുറച്ച് കൂടുതലല്ലേ തോമസ് ചേട്ടാ? മൊത്തം ഞാൻ 1 ലക്ഷം രൂപയല്ലേ തരാനുള്ളൂ. അപ്പൊ നീ എനിക്ക് കാശ് തരാനുള്ള ഉദ്ദേശം ഇല്ല. ചേട്ടാ പിടിപിടി കാര്യം പറയട്ടെ. ചേട്ടാ കയ്യറ. സോറി. അതെ, ഈ കണ്ണമ്പള്ളി സ്വാമിയിൽ നിന്ന് കേട്ടോ? ചട്ടമ്പി സ്വാമി, ഗുരുസ്വാമി, അയ്യപ്പ സ്വാമി എന്നിങ്ങനെ ഒരുപാട് സ്വാമിമാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഏതാണ് ഈ പുതിയ സ്വാമി? ഇത് സ്വാമി അല്ല, സോമിൽ തടിമില്ല്. ആ ജംഗ്ഷന് വലത് സൈഡിലുള്ളതാ. ഇല്ല, കേട്ടിട്ടില്ല. ആ എന്നാ കേട്ടോ, ഈ നാട്ടിലെ നമ്പർ 1 തടിമില്ലാണത്. എടാ, ആ തടിമില്ല് എന്റെ കാശും തമ്മിൽ എന്താണ് ബന്ധം? ഇതാണ് തോമസ് ചേട്ടന്റെ ഒരു കുഴപ്പം. എന്റെ തോമസ് ചേട്ടാ, ഞാനും രാമൻ നായരും, ഏത് രാമൻ നായർ? കണ്ടംപുള്ളി രാമൻ നായരും പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന തടിമില്ലാണത്. കഴിഞ്ഞ 2 മാസത്തെ ലാഭവിഹിതം ഞാൻ ഇതുവരെ കൈപ്പറ്റിയിട്ടും കൂടിയില്ല. അത് തന്നെ ഏകദേശം ഒരു 2 ലക്ഷം രൂപ ഉണ്ടാവും. 10 പൈസ ഇല്ലാത്ത 2 മാസത്തെ ലാഭവിഹിതം 2 ലക്ഷം രൂപയാ? യാ, അതങ്ങ് പരമ്പര പള്ളി ചെന്ന് പറഞ്ഞാ മതി മോനെ. ഇതൊക്കെ തന്നെ കുഴപ്പം. വിശ്വാസത്തിലേക്ക് കരടിയോട് വയ്ക്കും. ഇവൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ് തോമസ് ചേട്ടാ. നീ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കൂല. നീ മഹാ ഉടായിപ്പാൻ. അവന്മാര് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. ഞാൻ പറഞ്ഞ സത്യം പറയില്ല, നീ നുണതാ. അവര് പറഞ്ഞ ശരിയാ അതല്ലേ? എന്നാ വാ, ഇപ്പൊ പോവാ. ഇപ്പഴാ? അതെ. അല്ല പിന്നെ സമയം. അയ്യോ, ഇത്രയും കാശ് കയ്യിൽ വെച്ച് ആരെങ്കിലും നടക്കുവോ? നാളെ വ്യാങ്കുറക്കട്ടെ, അപ്പൊ എടുത്തു തരാം. അതെ. അപ്പൊ ഇവിടെ നിന്നും മുങ്ങാനുള്ള പരിപാടി. അഥവാ ഞാൻ അവിടെ ഇല്ലെങ്കിലും എന്റെ പാർട്ട്ണർ പൈസ തരും. രാമൻ നായർ വളരെ നല്ല മനുഷ്യനാ. തോമസ് ചേട്ടനാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, അപ്പ കിട്ടും. ഒരു തവണ കൂടി ഞാൻ വിശ്വസിക്കുന്നു. ഇത് അവസാനത്തെ പറഞ്ഞേക്കാം. നാളെ കിട്ടും, ഉറപ്പാ. ഈ കൈ എന്തിനാ? ഈ കൈ കൊണ്ട് ഈ കൈ കൊണ്ടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അപ്പൊ കാശ് കിട്ടുന്നത് വരെ ഇവൻ ഞങ്ങളുടെ കസ്റ്റഡിയിൽ പിടിച്ച് കേട്ട. അപ്പോ നമുക്ക് നാളെ മില്ലിൽ കാണാം. അല്ല തോമസ് ചേട്ടാ, അവിടെ കൊണ്ടുപോലെ. തോമസ് ചേട്ടാ, എടാ ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? നമ്മള് മുങ്ങ തന്നെ. എങ്ങോട്ട്? രായപ്പില്ലാതെ എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ? പിന്നെ അളിയന്റെ പ്രശ്നം. ഓ ശരിയാ, ഞാൻ അത്രയ്ക്ക് ഓർത്തില്ല. എടാ നീ എന്താ ആലോചിക്കുന്നേ? വഴിയുണ്ട്, അയാൾക്ക് 2 കൊടുക്കാനുള്ള വഴി. ചെയ്യാൻ പറ്റില്ല. പൊന്നും വില കൊടുത്താ കടപ്പുറത്ത് മീൻ കൊണ്ടിരുന്നു. ഇപ്പതേ ഡീസൽ അടിച്ച കാശ് നഷ്ടം. കീരിക്കാരനെ താങ്ങി നടന്നതല്ലേ ഇപ്പൊ പഠിച്ചോ? ഈ ചന്തയിൽ കീരിക്കാരനല്ലാതെ മറ്റാർക്കെങ്കിലും മീൻ വാങ്ങി വെക്കാൻ പറ്റുന്നുണ്ടോ? അതും അവൻ പറയണ കാശിന് ചോദിച്ചിട്ട് കൊടുക്കണില്ലേ? ഇവിടെ മാത്രമല്ല മീൻ ചന്ത, ഒരു 5 കിലോമീറ്റർ ഓടി പറയണ കാശ് കിട്ടും. എന്നിട്ട് നിങ്ങൾ ഈ കച്ചവടം കൊണ്ട് നടക്കൂ. പണ്ടവും കൂടുതലും റോഡിൽ കിടക്കും, വണ്ടിക്ക് തീയും വെക്കും. അനുഭവിക്കടാ. പട്ടാപ്പകൽ അസനക്കായി നടുറോഡിലിട്ട് വെട്ടിക്കൊന്നിട്ട് ആരെങ്കിലും കണ്ടോണ്ടായോ? അസനക്ക ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾ കച്ചവടക്കാർക്ക് വല്ല പൊല്ലാപ്പുണ്ടായിട്ടുണ്ടോ? ഹൈദ്രോസ് പറഞ്ഞത് സത്യമാണ്. ആഴ്ചയിൽ 10-100 രൂപ കൊടുത്താലും ഹസനുണ്ടായിരുന്നപ്പോ സുഖമായിരുന്നു. ജോസിന്റെ ഉമ്മാക്കിയൊന്നും നടക്കില്ലായിരുന്നു. ഇപ്പൊ ജോസിനോട് നേർക്കുന്നു മിണ്ടാൻ ആരാ ഉള്ളത്? നമ്മൾ വിചാരിച്ചാലും നടക്കും. ഇവനധികം ആയുസില്ല പോരുതേ. നീ കണ്ടോ, അവനെ വെട്ടി തുണ്ടമാക്കിയില്ലെങ്കിൽ എന്റെ വാപ്പാടെ പേര് ഉസ്മാൻ എന്നല്ല. നിങ്ങൾക്കറിയോ?